തമിഴ്നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കളമൊരുക്കുകയാണ്. അണ്ണാമലൈക്ക് ഇനി പുതിയ ചുമതലകളാണ്. ഏതായാലും സ്റ്റാലിനൊരു വെല്ലുവിളിയാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായും വരും. അതായത് അണ്ണാമലയെ വെറുതെ BJP കളത്തിലിറക്കിയതല്ല, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് അണ്ണാമലൈ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. IPSകാരൻ്റെ കാക്കിക്കുപ്പായ ഊരി വെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അണ്ണാമലൈ വലിയ സ്വാധീനം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ കാര്യത്തിലെടുത്താലും, അത് പൊതു അഭിപ്രായത്തിലായാലും ശരി തന്നെ, രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നതിലായാലും ശരി തന്നെ, ഒരു സാധാരണക്കാരനിലേക്ക് ഓരോ തവണയും അണ്ണാമലയുടെ വാക്കുകൾ എത്തുന്നത് വലിയ വിശ്വാസ്യത സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ഓരോ പ്രശ്നങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴായാലും ശരി, ഇപ്പോൾ സാമൂഹിക പ്രശ്നങ്ങൾ, മതത്തിൻ്റെ വീരവേൽ വെട്രിവേൽ എന്ന് പറയുന്ന പ്രക്ഷോഭം തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ തമിഴൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശേഷി അണ്ണാമലയുടെ വാക്കുകൾക്കുണ്ടായിരുന്നു. അണ്ണാമല ഒരിക്കൽ പറഞ്ഞ കാര്യം ഇതാണ്: ഞാനൊരു സാധാരണക്കാരൻ്റെ മകനാണ്. സാധാരണക്കാരൻ അവൻ്റെ മകന് വിദ്യാഭ്യാസം നൽകിയതിൻ്റെ ഫലമാണ് IPSകാരനായ അണ്ണാമലൈ എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാക്കുന്ന സ്വാധീനം തമിഴ്നാട്ടിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, സാധാരണക്കാരൻ്റെ വിദ്യാഭ്യാസം നേടിയാൽ ഞങ്ങളെപ്പോലെ ആകാം, ഇല്ലെങ്കിൽ സാധാരണക്കാരൻ വിദ്യാഭ്യാസം നേടുമ്പോൾ ഒരു IPSകാരനോ IASകാരനോ ആയി മാറും എന്നുള്ളത് പറയാനോ പറഞ്ഞു കൊടുക്കാനോ അവരെ നയിക്കാനോ അതിലേക്ക് ഒരു പ്രചോദനമേകാതെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അണ്ണാമലയുടെ ശേഷി അത്തരത്തിൽ വളരെ വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് വെറും ഒരു സാധാരണ ഒരു ലോക്കൽ രാഷ്ട്രീയക്കാരൻ്റെ നിലവാരമല്ല അണ്ണാമലൈക്കുള്ളത്. തീർച്ചയായിട്ടും അണ്ണാമലൈ നമ്മൾ കേരളത്തിൽ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അണ്ണാമലൈ വാക്കുകൾ കേൾക്കാൻ ധാരാളം പേർ എത്തുമായിരുന്നു. അണ്ണാമലൈ ഒരു ക്രൗഡ് പുള്ളറാണ്. അണ്ണാമലൈ ശരിക്കും പറഞ്ഞാൽ അണ്ണാമല തൻ്റെ ജീവിതം തന്നെയാണ് തൻ്റെ സന്ദേശം എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ പലരും ചോദിക്കാറുണ്ട്, ഇത്രയും വലിയൊരു ഉദ്യോഗം രാജിവെച്ച് BJPയിലേക്ക് ഇറങ്ങി, പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സ്ഥലത്തൊക്കെ BJPയിലേക്ക് ഇറങ്ങി എന്ത് നേടാനാ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാമുള്ള ഒരു ഉത്തരമാണ് അണ്ണാമലയിലൂടെ പുറത്തു വന്നത്. നമ്മൾ തമിഴ്നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും പോയാലും സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ അണ്ണാമലയെക്കുറിച്ച് സംസാരിക്കുന്നു. അണ്ണാമലയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് സേവനം നൽകാൻ ഇറങ്ങിയതിനെക്കുറിച്ച് പറയുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ, ഇതൊക്കെ തന്നെ എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. നമുക്ക് പോലും പലപ്പോഴും നമ്മളും ചിന്തിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ ഒരു വലിയ ഉദ്യോഗമൊക്കെ രാജിവെച്ച് BJP രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ എന്ത് കിട്ടാനാ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അദ്ദേഹം മറികടന്നുകൊണ്ട് അദ്ദേഹം വലിയ ഉയരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്താണ്, അതായത് ഒന്നുമില്ലാത്തടത്തു നിന്നാണ് അണ്ണാമല തുടങ്ങുന്നത്. അതായത് BJPയുടെ ഒരു കൊടി പോലും തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് DMKയുടെയും ADMKയുടെയും കൊടി അല്ലാതെ മറ്റൊരു, സാധാരണ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങളിൽ വരെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി കാണാറുണ്ട്. പക്ഷെ ഇന്ന് സമയം മാറിയിരിക്കുന്നു. BJPയുടെ അവിടെ അവരുടെ സ്ഥാനം മാറിയിരിക്കുന്നു. BJP അവിടെ ഒരു പ്രധാന കക്ഷിയായിട്ട് മാറിയിരിക്കുന്നു. പോരാത്തതിന് കൂടെ വരുന്നത് ADMK കൂടിയാണ്. ഇപ്പോൾ വിജയ് ഒരു ഭാഗത്ത് കോപ്പ് കൂട്ടുന്നുണ്ടെങ്കിൽ കൂടി വിജയ് ഒരു പൊളിറ്റീഷ്യൻ അല്ല. സീസൺഡ് പൊളിറ്റീഷ്യന്റെ യാതൊരു ക്വാളിറ്റിയും വിജയ്ക്കില്ല. വിജയ് ഒരു ജനപ്രിയനായ ഒരു സിനിമാക്കാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് MGR ഒക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്നുള്ളത് പോലെ എനിക്ക് സംശയമാണ്. കാരണം വിജയ് അത്ര സ്വാധീനം ചെലുത്താൻ കഴിവുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പക്വതയില്ലാത്തതുപോലെ അത് തുടക്കത്തിൽ തന്നെ അഴിമതി ആരോപണം വന്നു. അതായത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിൽ അഴിമതി ഉണ്ടായി, കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് നിയമിക്കുന്ന രീതി ഉണ്ടായി എന്ന് പറഞ്ഞ് ചിലരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക വരെ ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പ്രക്ഷോഭം നയിക്കാനോ ഇല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു ശേഷി വിജയ്ക്ക് എത്രത്തോളം ഉണ്ടാവും? സിനിമാ ഡയലോഗുകൾ പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ അണ്ണാമല അതല്ല. അണ്ണാമലയുടെ യോഗ്യത എന്ന് പറയുന്നത് 1 വിദ്യാഭ്യാസം, 2 നേതൃത്വ പാടവം, 3 അഗാധമായ ജ്ഞാനം, അറിവുണ്ട് എന്നുള്ളതാണ്. പുസ്തകം വായിച്ചും പഠിച്ചും യാത്രകൾ ചെയ്തും ഇന്ത്യയെ അറിഞ്ഞും ഒരു IPSകാരനാണ്. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ആളാണ്. കൃത്യമായ ലോകപരിജ്ഞാനം അയാൾക്ക് കൃത്യമായിട്ടുണ്ട്. അത് പോരാത്തതിന് ഏറ്റവും സാധാരണക്കാരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. ദൃഢമായിട്ടുള്ള തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനുള്ള കെൽപ്പുണ്ട് എന്നുള്ളതാണ് അണ്ണാമലയെ നയിക്കുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ണാമല അടുത്ത ചുവട് വെക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ്, ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ്. അതായത് BJP യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായിട്ട് അണ്ണാമലയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ആ ഒരു സ്ഥാനം കൂടി നൽകുകയാണെങ്കിൽ അതും തമിഴ്നാട്ടിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം ഇന്ത്യൻ യുവതയെ നയിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് ഒരു ദക്ഷിണേന്ത്യക്കാരൻ, ഒരു തമിഴൻ എത്തുമ്പോൾ അത് സ്വാഭാവികമായും തമിഴ്നാട്ടിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ BJP കഴിഞ്ഞില്ല. പക്ഷേ
അണ്ണാമലൈ കൃത്യമായ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ലക്ഷ്യം ലോക്സഭാ ഇലക്ഷൻ അല്ല, നിയമസഭാ ഇലക്ഷനാണ്. ആ നിയമസഭാ ഇലക്ഷനിലേക്കുള്ള തയ്യാറെടുപ്പാണ്, അതിന്റെ ഒരു പ്രിലിമിനറി എൻട്രി ആണ് ഈ ലോക്സഭാ ഇലക്ഷൻ നടന്നത്. അത് ടെസ്റ്റ് മാത്രമാണ്, അതിനകത്ത് നിന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നിയമസഭയിലേക്ക് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് അതല്ല. അവിടെ ഉണ്ടായിട്ടുള്ള BJPയുടെ വോട്ടിലുണ്ടായിരിക്കുന്ന വർധനവ് വലിയ രീതിയിൽ, ഇത്രയും നാൾ BJPക്ക് അങ്ങനെ ഒരു സ്ഥാനം പോലും ഇല്ല. BJPയുടെ വോട്ടിനെ പറ്റി ആരും സംസാരിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ തമിഴ്നാട്ടിൽ നിർണായക ശക്തിയാകാൻ BJP കഴിഞ്ഞിട്ട് കേരളത്തിൽ എങ്ങനെ വളർന്നു, പക്ഷെ ഒറ്റയ്ക്ക് അത് പക്ഷെ കേരളത്തിൽ പോലെയല്ല, വലിയ വളർച്ചയാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പൊ. പക്ഷെ അണ്ണാമലയുടെ ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട്. അതായത് അണ്ണാമല വളരെ ഫ്ലെക്സിബിൾ ആയ ഒരു നേതാവാണ്. കടുംപിടുത്തങ്ങളില്ല, എനിക്ക് ഇന്ന സ്ഥാനം വേണം, എനിക്കത് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ കഴിയുള്ളൂ, അങ്ങനത്തെ ഒരു കടുംപിടുത്തവും ഇല്ല. അതുകൊണ്ടാണ് ഒരിക്കലുമില്ല. കാരണം അതുകൊണ്ടാണ് നയിനാർ നാഗേന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത് മാറി നിൽക്കാൻ അണ്ണാമല തയ്യാറാകുന്നത്. അണ്ണാമലയുടെ ലക്ഷ്യം BJPയുടെ വളർച്ചയാണ്, അല്ലാതെ സ്വന്തം വളർച്ചയല്ല. കാരണം കാശുണ്ട്, സുഖമായിട്ട് ജീവിക്കാനാണെങ്കിൽ IPS കാരനായി തന്നെ തുടർന്നാൽ മതിയായിരുന്നു. അവിടെ സേവനത്തിന്റെ വഴിയിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിന് മാറ്റം ഉണ്ടാകണം എന്നുള്ള, കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടു, സ്റ്റാലിനോട് ഒരു ദേശീയ മാധ്യമത്തില് ഒരു പത്രപ്രവർത്തകൻ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എത്തിസ്റ്റാണോ? സ്റ്റാലിന് മനസ്സിലാകുന്നില്ല എന്താ എത്തിസ്റ്റ് എന്ന്. അപ്പൊ അയാൾ തമിഴിൽ ചോദിക്കും, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ പുരിയല്ലേ, ഇതാണ് പറയുന്നത്. അപ്പോ അതിൽ വന്ന കമന്റ് ഇതാണ്, ഹിന്ദി പുരിയല്ലേ പോടാ എന്ന് പറഞ്ഞു. ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, തമിഴ് എഴുത്തും അതിന് അറിയാവുന്ന ഒരു സംശയമാണ് എന്നുള്ളതിലേക്ക് വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വെറും വൈകാരിക വംശീയ രാഷ്ട്രീയം മാത്രം എടുത്തടിക്കാൻ ശേഷിയുള്ള DMKയും സ്റ്റാലിനും അടക്കമുള്ളവർക്ക് ഒരു വിശാല ദേശീയതയുടെ, ഒരു മാനവികതയുടെ, സാംസ്കാരിക ഔന്നത്യത്തിന്റെയൊക്കെ രാഷ്ട്രീയം പ്രയോഗിക്കുന്ന അണ്ണാമലയെ പോലെ വിദ്യാസമ്പന്നനായിട്ടുള്ള യുവാവായിട്ടുള്ള ഒരാളുടെ കടന്നുവരവ് വലിയ ഭീഷണി സൃഷ്ടിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ടാണ് വിറളി പൂണ്ട് ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവർ കടന്ന് BJPക്കെതിരെ വലിയ ആക്രമണം നടത്തുന്നത്. നിർമ്മല സീതാരാമൻ ഒരിക്കൽ കണക്കിന് ഉദയനിധി സ്റ്റാലിന് കൊടുത്തതാണ്. അതായത് കേന്ദ്ര ഫണ്ടിനെ പറ്റി പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്നുള്ള പൈസ അല്ലല്ലോ ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് നിർമ്മലാ സീതാരാമൻ വലിയ മറുപടിയെ കൊടുത്തത്. അതിൽ തകർന്നടിഞ്ഞുപോയി ഉദയനിധി സ്റ്റാലിൻ. അപ്പൊ ഈ പറയുന്ന വൈകാരിക രാഷ്ട്രീയത്തിനോ വൈകാരികമായിട്ടുള്ള വംശീയ രാഷ്ട്രീയത്തിനോ ഒക്കെ തമിഴ്നാട്ടിന്റെ കാലം കഴിഞ്ഞു. അതൊക്കെ തമിഴ്നാട് ഉപേക്ഷിച്ചു. ഇനി അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, വികസനം, ഉയർന്ന താല്പര്യങ്ങൾ, ഇതുപോലെയൊക്കെ വ്യവസായത്തിലേക്കുള്ള വളർച്ച. തമിഴ് ജനത മാറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസം നേടി യുവാക്കളാണ്, പഴയ കർഷകർ മാത്രമല്ല തമിഴ്നാട്. അപ്പൊ അവർക്കിനി വേണ്ടത് ഒരു കഴിവുറ്റ നേതാവിനെയാണ്. അത് ഒരു പഴയ കാലത്തിലെ പോലെ ഒരു സിനിമ ഷോ ഓഫ് നടത്തുന്ന ഒരു നേതാവിനെ അല്ലല്ലോ, ഒരു വംശീയത കളിക്കുന്ന ഒരു തമിഴ് രാഷ്ട്രീയക്കാരനെ അല്ല. പക്ഷേ കൃത്യമായ നേതൃപാഠമുള്ള, വിദ്യാഭ്യാസമുള്ള യുവാവായ, അതെ അണ്ണാമലയെ പോലുള്ളവരാണ് ഇനി തമിഴ്നാടിനെ നയിക്കുക, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതെ, തീർച്ചയായും.